കീഴ്പ്പെടുത്താൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ കത്തി താഴെ ഇട്. കത്തി താഴെ ഇട്. കത്തി താഴെ വെട്ടിപ്പൊട്ടിച്ച നിലയ്ക്ക് തന്നെ നഷ്ടം. സ്വഭാവം കാര്യങ്ങളല്ലാതെ ഒരു സമൻസേ ഉള്ളൂ. നിന്നെ കത്തി പിടിച്ച് മേടിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. ഒന്ന് ചെയ്യട്ടെ. നിന്നെ അടിക്കൂല, നിന്നെ ആരാ പിന്നെ വെറുതെ ഒപ്പിടാൻ വേണ്ടി കത്തി താഴെയുണ്ട്. നമ്മൾ വേണ്ട പ്രശ്നം നിനക്കൊരു സമൻസേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞ ഇത്ര നേരം. നിനക്ക് ചിന്തിച്ചൂടെ, നിനക്കെന്താ ഗ്യാസ് ഉണ്ടോ അതിന്? ഇപ്പൊ ഗ്യാസ് ഇല്ലല്ലോ. തിരുവനന്തപുരത്ത് കാപ്പ കേസ് പ്രതി കിരൺ പോലീസിന് നേരെ കത്തിവീശുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണ്. നേരത്തെ നോട്ടീസ് നൽകാൻ പോലീസ് എത്തിയപ്പോഴത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഇന്നും കിരൺ പോലീസിന് നേരെ കത്തിവീശി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. കിരൺ എന്നാണ് പേര്. കാപ്പ കേസ് പ്രതിയാണ്. ഇയാളെ കാപ്പ കേസ് ചുമത്തി ഇയാളെ നാട് കടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഇയാളെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിനെ തുടർന്ന് സംഘം എത്തുന്ന സമയത്താണ് പോലീസിന് നേരെ ഇയാൾ വീണ്ടും കത്തി വീശുകയും ചെയ്തിരുന്നത്. തുടർന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് വെടിയുതിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളിപ്പോൾ കാണുന്നത് 2 ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇതൊരു സമൻസ് കൊടുക്കാൻ വേണ്ടി അവിടെ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസുകാർ ആ വീഡിയോയിൽ പറയുന്നതും അങ്ങനെയാണ്. എടാ, ഇതൊരു സമൻസ് അല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇത് നൽകാൻ വന്നപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. വീട്ടിലെത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത് വാങ്ങി സ്വീകരിച്ചെന്ന കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങളുമായി സഹകരിക്കാതെ പോലീസിന് നേരെ കത്തി എടുത്തുകൊണ്ട് വീശുന്ന ഏറെ ഭയാനകമായ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇത്തരം ഒരു കാര്യങ്ങളാണ് അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിന്റെ അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഞാൻ ഈ ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവരെ നമുക്ക് ഫോണിൽ കിട്ടുന്നില്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. നമുക്ക് 2 കാര്യങ്ങളാണ് ഇത് മനസ്സിലാകുന്നത്. ഒന്ന്, എത്രത്തോളം ഭയാനകമായ രീതിയിലാണ് ഒരാൾ പോലീസിനോട് പെരുമാറുന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, പോലീസിന്റെ ഒരു നിസ്സഹായാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു മാരക ആയുധവുമായി ഒരാൾ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ കയ്യിൽ മറ്റൊന്ന് ജീവൻ രക്ഷിക്കാൻ പോലും ഒന്നുമില്ലാതെ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കപ്പെട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് പോലീസ് കടന്നു പോകുന്നതാണ്. ആ ഒരു കാര്യം കൂടി നമ്മൾ എടുത്ത് പരിഗണിക്കേണ്ടതുണ്ട്.
കാരണം ഇത്തരം പ്രതികളൊക്കെ അടുത്തോട്ട് പോകുമ്പോൾ പോലീസുകാർ പോലും അത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളൊരു അവസ്ഥ അത് കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അവർക്ക് കൂടി അവരുടെ കൂടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വെപ്പൺസോ ഒക്കെ കരുതിക്കൊണ്ടാണ് പോകേണ്ടത്. പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനേക്കാൾ ഭയാനകമായിരുന്നു ഇന്നത്തെ അവസ്ഥയിൽ നിന്നാണ് നമുക്ക് പോലീസുകാരെ ലഭിക്കുന്നത്. കാരണം വെടിയുതിർക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് നേരെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇയാൾ തിരിഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വെടിയുതിർത്ത അവസ്ഥയിലേക്ക് പോയത്. ഇപ്പോൾ കാണുന്നത് 2 ആഴ്ചകൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. നീ കത്തി എടുത്താൽ നമ്മളെ ക്ഷമിച്ച് നീ ഷർട്ട് ഇട്ട് വാ വിട്ടോ. നിന്നെ എന്തായാലും കൊണ്ടുപോകാനാണോ വന്നത്? നീ കത്തി കളഞ്ഞാലും കൊണ്ടുപോകും. നിന്നെ അടിക്കാനോ ഉപദ്രവിക്കാനോ കേസെടുക്കാനോ അല്ല. നിനക്ക് ഞാൻ പറഞ്ഞു കാപ്പ 2-3 സമൻസ് കൂടെ ഒട്ടിച്ചിരുന്നു. നീ കണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഓർഡർ ഉണ്ട്. അത് നിനക്ക് തന്ന് നിന്നെ കൊണ്ട് ഒപ്പിടിച്ച് ഇതാക്കണം. നിന്നെ വിടും. നീ എന്താ കഞ്ചാ പഠിച്ചിട്ടുണ്ടോ? എന്താ വലിച്ചിട്ടുണ്ട്? എന്തോ വലിച്ചിട്ടുണ്ട്? നീ എന്താ വലിച്ചിട്ടുണ്ട്? പോലീസ് ഒന്ന് കൊണ്ടുപോകണം. നീ എത്ര ദിവസം ഓടും? നിന്റെ കേസില്ലല്ലോ. പിന്നെ ഇവിടെ കഴിഞ്ഞ നീ ഇപ്പൊ ഇറങ്ങിയിട്ട് എത്ര നാളായി? 6-7 മാസമായി. നിന്നെ എന്താ ചെയ്തു? അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ചെയ്താ? അതിനുപോലും നിന്നെ അറസ്റ്റ് ചെയ്തില്ല. അതിന് ഒരു ബെയിലബിൾ ഇട്ടിട്ട് ഞാൻ ചാർജ് കൊടുക്കുകയാണ് ചെയ്തത്. അറിയാവോ? അതിനുപോലും നിന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നിന്നോട് അതൊന്നും നിന്റെ വേറെ നിന്നെ ആരൊന്നും ചെയ്തില്ലല്ലോ. പിന്നെന്താ? സമാധാനമായിട്ട് അവിടെ വന്നിട്ട് വിളി. നിനക്ക് ഫോൺ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. നീ വാ. നീ പോയി വെപ്രാളം കെട്ടി വിളിച്ച ഒപ്പടാന്നല്ലേ പറഞ്ഞിട്ടുണ്ട്. വേറെ പറഞ്ഞില്ലല്ലോ. നീ ഇത്രയും കിടന്ന് ആക്രമം കാണിക്കേണ്ട വലിയ സമയമില്ല.